ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്ത മറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ചു കിട്ടിയിരിക്കുന്ന യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി എന്ന പുസ്തകത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത്. ദ ഗ്ലോറി ഓഫ് ജീസസ് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മഹത്വം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ? എന്താണ്? AD 70 കാലത്തിന് മുൻപായിട്ട് ഇറ്റലിയിൽ വെച്ച് റോമ സാമ്രാജ്യത്തിന് പുറത്ത് താമസിച്ചിരുന്നവരായിട്ടുള്ള എബ്രായ ക്രൈസ്തവരെ, യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ സഭയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുവാനും അതോടൊപ്പം ക്രിസ്തുവിന്റെ ഔന്നത്യം അവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി പൗലോസ് ലീഹ എഴുതിയിരിക്കുന്ന ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ചിന്തകൾ? ഒന്ന്, ലുക്ക് ക്ലോസ്ലി അറ്റ് ജീസസ്, ക്രിസ്തുവിനെ ശ്രദ്ധയോടെ നോക്കുക. ഗ്രോത്ത് ഇൻ ടു പെർഫെക്ഷൻ ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ പൂർണ്ണതയിലേക്ക് വളരുക. ഫെയ്ത്ത് ആൻഡ് പെർസിവിയറൻസ്, വിശ്വാസ പരിപാലനവും അതോടൊപ്പം വിശ്വാസ പരിത്യാഗത്തെ പറ്റിയും നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ വാല്യൂസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ്, പ്രായോഗിക ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള മൂല്യങ്ങളെ പറ്റിയും ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. We are going to look in detail into the first chapter of the Epistle to the Hebrews. എന്തിനായിരിക്കും ഈ ലേഖനം എഴുതിയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തിനാണ് ഈ ലേഖനം എഴുതിയത്? വിശ്വാസികളെ സഭയിൽ പീഡയുടെ സമയത്ത് വിശ്വാസികളെ സഭയിൽ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുവാനും അതോടൊപ്പം ക്രിസ്തുവിന്റെ ഔന്നത്യം ജനത്തെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. The book of Hebrews is intended to solidify Jewish believers' trust in Jesus as all they need for salvation. രക്ഷയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുവാണ് എന്ന യഹൂദരെ മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ പുസ്തകം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഔന്നത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാനപ്പെട്ട ചില ചിന്തകളാണ് നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 1-ാം അധ്യായത്തിനെ നമുക്ക് 2 ഭാഗമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഗോഡ് ഇസ് റിവീൽഡ് ത്രൂ ക്രൈസ്റ്റ്, ദൈവം പുത്രനിൽ കൂടി സംസാരിച്ചു, ക്രിസ്തുവിൽ കൂടി വെളിപ്പെടുത്തി, ദൈവം പുത്രനിൽ കൂടി തന്നെത്താൻ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് 1-ാമത്തെ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത. രണ്ടാമതായിട്ട് 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ക്രൈസ്റ്റ് ഇസ് ഓവർ ആൻഡ് എബവ് ഓൾ ഏഞ്ചൽസ്, പുത്രന്റെ മഹത്വം മാലാഖമാരെക്കാൾ അത്യുന്നതമാണ്. ക്രൈസ്റ്റ് ഇസ് സുപ്പീരിയർ ടു ദ ഏഞ്ചൽസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. അപ്പൊ 2 ചിന്തകളാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. ഒന്ന്, ഗോഡ് ഇസ് റിവീൽഡ് ത്രൂ ക്രൈസ്റ്റ്, ദൈവം പുത്രനിൽ കൂടി തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. 2, ക്രൈസ്റ്റ് ഇസ് ഓവർ ആൻഡ് എബവ് ഓൾ ഏഞ്ചൽസ്, പുത്രന്റെ മഹത്വം മാലാഖമാരെക്കാൾ അത്യുന്നതമാണ്. നമുക്ക് ഓരോ ഭാഗമായിട്ട് തന്നെ നോക്കാം. ഒന്നാമതായിട്ട് ആദ്യത്തെ 3 വാക്യങ്ങളാണ് ഗോഡ് ഇസ് റിവീൽഡ് ത്രൂ ക്രൈസ്റ്റ്, ദൈവം പുത്രനിൽ കൂടി തന്നെത്താൻ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു 3 വാക്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു ലേഖനം ആരംഭിക്കുന്ന ഇൻട്രൊഡക്ഷന്റെ ഒരു ഫീലിംഗ് ഒന്നുമല്ല, എന്നാൽ ഈ ഒരു ഫുൾ പുസ്തകത്തിന്റെ എല്ലാ കോൺസെപ്റ്റ്സും ഈ ഒരു 3 വാക്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംവദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒന്നാമതായിട്ട് ഈ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത, all the Old Testament revelations are fulfilled through Christ. പഴയ നിയമത്തിലെ വെളിപാടുകളെല്ലാം തന്നെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത. മനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു? പാപം മൂലം അവൻ ദൈവിക കൂട്ടായ്മയിൽ നിന്ന്, ദൈവിക സഖിത്വത്തിൽ നിന്ന് അവൻ അന്യനായി മാറുകയാണ്. The man who was created in the image and likeness of God, because of his sins he became alienated from the friendship and fellowship of God. അങ്ങനെ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനെ
തിരികെ തന്റെ ഇഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വിവിധ മാർഗങ്ങളിലൂടെ ദൈവം സ്വീകരിച്ചതാണ് പഴയ നിയമ വെളിപാടുകൾ എന്ന് പറയുന്നത്. എന്താണ്? The revelations in the Old Testament are the various means that God employed to bring back man when he became alienated from the fellowship of God, from the friendship of God. പാപം മൂലം അകന്നു പോകുന്ന മനുഷ്യനെ തന്നിലേക്ക് തിരിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം സ്വീകരിച്ച വിവിധ മാർഗങ്ങളാണ് പഴയ നിയമ വെളിപാടുകൾ എന്ന് പറയുന്നത്. അപ്പം എപ്രകാരമായിരുന്നു പഴയ നിയമ വെളിപാടുകൾ? അത് ചില സംഭവങ്ങളാകാം, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ സംഭവങ്ങൾ, അനുഭവങ്ങൾ, അല്ലെങ്കിൽ ആളുകളിലൂടെ സംസാരിച്ചതാകാം, പ്രവാചകന്മാരിലൂടെ സംസാരിച്ചതാകാം, ഇനിയും അതുമല്ലെങ്കിൽ കുടുംബ തലവന്മാരിൽ നിന്ന്, ഗോത്ര തലവന്മാരിലൂടെ ഒക്കെ, അല്ലെങ്കിൽ മത നേതാക്കൾ, ഇങ്ങനെയൊക്കെ ദൈവം പഴയ നിയമത്തിൽ തന്റെ വെളിപാടുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെളിപാടുകൾ, ദൈവിക വെളിപാടുകൾ ജനത്തെ അറിയിച്ചത് പ്രവാചകന്മാരാണ്. എപ്രകാരമാണ് പ്രവാചകന്മാരിലൂടെ ദൈവിക വെളിപാടുകൾ ലോകം അറിഞ്ഞത്? ഒന്ന്, ഗോഡ് അപ്പോയിന്റഡ് prophets to explain the will of God to mankind. ദൈവത്തിന്റെ ഇഷ്ടം അത് കാലാകാലങ്ങളിൽ മനുഷ്യകുലത്തിന് വ്യക്തമാക്കുവാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചു. They gave the message of judgment and salvation to their contemporaries. ന്യായവിധിയുടെയും രക്ഷയുടെയും സന്ദേശങ്ങൾ അതാത് കാലത്തെ ജനങ്ങൾക്ക് പ്രവാചകന്മാർ നൽകി. They prophesied about future events so as to make people understand about their sins. ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റി മുൻകൂട്ടി പറഞ്ഞുകൊണ്ട്, പ്രസ്താവിച്ചുകൊണ്ട് ജനത്തെ അവരുടെ പാപത്തെ പറ്റി ബോധവാന്മാരാക്കി. They performed their services as the mediator between man and God. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ നിന്നുകൊണ്ട്, മധ്യവർത്തികളായി നിന്നുകൊണ്ട് ആ രണ്ടുപേർക്കുമുള്ള ശുശ്രൂഷകൾ ഈ പ്രവാചകന്മാർ പൂർത്തീകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പഴയ നിയമത്തിലെ പല സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ ഒക്കെ ഇപ്രകാരം ദൈവം ജനത്തെ തന്റെ വെളിപാടുകൾ അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ദൈവം ആദാമിനോട് സംസാരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? God spoke to Adam and told him that the savior would come from the offspring of woman. സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് രക്ഷകൻ പിറക്കും എന്ന് ആദാമിനോട് നമുക്ക് സംസാരിച്ചതായിട്ട്, അല്ലെങ്കിൽ ദൈവ വെളിപാട് അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അതുപോലെ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിന്റെ തലമുറയിൽ നിന്ന് രക്ഷകൻ ജനിക്കും എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അതുപോലെ യാക്കോബിനോട് ദൈവം സംസാരിച്ചു. എന്ത് പറഞ്ഞു? The savior would come through the tribe of Judah. യഹൂദ ഗോത്രത്തിൽ നിന്ന് രക്ഷകൻ പിറക്കും എന്നുള്ളത് ദൈവം അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മുന്നോട്ട് വരുമ്പോൾ ദാവീദ് രാജാവിനോടും ദൈവം സംസാരിച്ചു. എന്ത് പറഞ്ഞു? നിന്റെ ഭവനത്തിൽ നിന്ന് രക്ഷകൻ ഉദിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും മീഖാ പ്രവാചകനോടും ദൈവം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? The savior would be born at Bethlehem. ബേത്ലഹേമിൽ വെച്ച് നിന്റെ രക്ഷകൻ ജനിക്കും എന്ന് പറയുന്നുണ്ട്. ഇനിയും God spoke to prophet Isaiah. യെശയ്യാ പ്രവാചകനോട് സംസാരിച്ച് കന്യകയിൽ നിന്ന് രക്ഷകൻ ജനിക്കും എന്ന് നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു, പല രീതിയിൽ പ്രവാചകന്മാരിലൂടെയും മത നേതാക്കന്മാരിലൂടെയും അല്ലെങ്കിൽ കുടുംബ തലവന്മാരിലൂടെയും ഒക്കെ, ഗോത്ര തലവന്മാരിലൂടെയും, അങ്ങനെയെല്ലാം പഴയ നിയമകാലത്ത് ദൈവം തന്റെ വെളിപാടുകളെല്ലാം ലോകത്തെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ, each prophet could present only a part of God's revelation. ദൈവിക വെളിപാടിന്റെ ഒരംശം മാത്രമേ ഈ ഓരോ പ്രവാചകനും അല്ലെങ്കിൽ ദൈവ വെളിപാട് പറഞ്ഞതായിട്ടുള്ള ഓരോരുത്തർക്കും ഒരംശം മാത്രമേ നമുക്ക് തരുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ വെളിപാടുകളെല്ലാം തന്നെ പൂർണ്ണമാവുകയാണ്, അല്ലെ? പഴയ നിയമ വെളിപാടുകളുടെ എല്ലാം പൂർത്തീകരണം ക്രിസ്തുവാണ്. ദൈവത്തിനെ തന്നെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയാം. അപ്പം ഒന്നാമത് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത ഇതാണ്: പഴയ നിയമ വെളിപാടുകളൊന്നും തന്നെ സമ്പൂർണമല്ല, അതിന്റെ എല്ലാം പൂർത്തീകരണമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തു ദൈവത്തിന്റെ വെളിപാട് ലോകത്തെ അറിയിച്ചു, ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തന്നു ലോകത്തിന് എന്നുള്ളതാണ് ഒന്നാമത് ഈ ഭാഗം നമുക്ക് നൽകുന്ന ചിന്ത. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മളെ അത് നയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ക്രിസ്തു? ഹു ഇസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം.
പിതാവിനെ പൂർണ്ണമായി വെളിപ്പെടുത്തിയ പുത്രൻ സകലത്തിലും പിതാവിന് തുല്യമാണ്. The son who revealed the father perfectly is equal to the father in all aspects എന്ന് പറയാം. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് പറയും, എന്താണ്? സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് നോക്കുകയാണെങ്കിൽ 5 വിശേഷണങ്ങളാണ് ക്രിസ്തുവിന് നൽകുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് സൃഷ്ടിയിൽ പങ്കാളി, ഷെയറർ ഓർ പാർട്ടേക്കർ ഇൻ ക്രിയേഷൻ, കോ ക്രിയേറ്റർ എന്ന് പറയും. എന്താണ്? വിശ്വാസ പ്രമാണത്തിൽ സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും ആൻഡ് ബൈ ഹും ഓൾ തിങ്സ് വർ മെയ്ഡ്, അതായത് സൃഷ്ടികർമ്മത്തിൽ പുത്രന് പ്രത്യേകമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവിനോടൊപ്പം തന്നെ സൃഷ്ടാവാകയാൽ സകലത്തിന്റെയും അധികാരിയും അവകാശിയുമാണ് പുത്രൻ. സിൻസ് ഹി ഈസ് ദ കോ ക്രിയേറ്റർ വിത്ത് ദ ഫാദർ, ഹി ഈസ് ദ റൂളർ ആൻഡ് ഹെയർ ഓഫ് എവ്രിതിങ്. അപ്പം ഒന്നാമത് ക്രിസ്തുവിന് നൽകുന്ന വിശേഷണം എന്താണ്? അവൻ സൃഷ്ടിയിൽ പങ്കാളിയാകുന്നു. ഇനിയും രണ്ടാമതായിട്ട് റേഡിയൻസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ തേജസ്സിന്റെ പ്രഭ അല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ മഹത്തായ ശോഭ എന്നാണ് ക്രിസ്തുവിനെ അവിടെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ദൈവ തേജസ് എന്നുള്ളത് ബിബ്ലിക്കലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം, ദ ഗോഡ്സ് ഗ്ലോറി ഇസ് ദ ഗോഡ്സ് പ്രസൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. എവിടെയാണ്? സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും എല്ലാം ഈ ദൈവ തേജസ് ഉണ്ടായിരുന്നു. അത് പെട്ടകം അപഹരിക്കപ്പെട്ടു പോയപ്പോൾ ആ തേജസ് മഹത്വവും പോയി എന്നൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ മറുരൂപമലയിൽ ദൈവ തേജസ് ദർശിച്ചു എന്നുള്ളതായിട്ട് പത്രോസ്ലീഹ സാക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ ദൈവ തേജസ്സിന്റെ പ്രഭ, റേഡിയൻസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത്? സൂര്യനെ നമുക്കറിയാം, അല്ലെ? സൂര്യനെ നമ്മൾ കാണുന്നതും അറിയുന്നതും ഒക്കെ എന്തുകൊണ്ടാ? സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ കൊണ്ടാണ്. റേസ് ഓഫ് സൺ അല്ലെങ്കിൽ എന്താണ്? ആ റേസിൽ കൂടെയാണ്, രശ്മികളിൽ കൂടെയാണ് നമുക്ക് സൂര്യനെ അറിയുന്നത്. അതുപോലെ തന്നെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മിയായ പുത്രനിലൂടെ നമുക്ക് പിതാവിനെ അറിയുവാൻ സാധിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവ തേജസ്സിന്റെ പ്രഭ എന്ന് ക്രിസ്തുവിനെ പറയുന്നത്. We know the Father through the Son who is the effulgence that arises from the Father എന്നാണ് പറയുന്നത്. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം വെളിച്ചമാകുന്നു, ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണത്തിൽ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, ലൈറ്റ് ഫ്രം ലൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിനെ ദൈവ തേജസ്സിന്റെ പ്രഭ എന്നുള്ളതാണ്. അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്ന 2 കാര്യങ്ങൾ, ഈ ഒരു ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് എന്നുള്ളത് എപ്പോഗാസ്മ എന്നുള്ള ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം പ്രഭ അല്ലെങ്കിൽ എഫൾജൻസ് എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുറിയാനിയിൽ ആ വാക്കിന് സെമഹോ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കതിര്, റേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു സുറിയാനിയിൽ സെമഹോ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ 2 വിശേഷണങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. 1 സൃഷ്ടിയിൽ പങ്കാളി, 2 ദൈവ തേജസ്സിന്റെ ശോഭ അല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ പ്രഭ. മൂന്നാമതായിട്ട് തത്വത്തിന്റെ മുദ്ര അല്ലെങ്കിൽ സ്റ്റാമ്പ് ഓഫ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നുള്ളതാണ് മൂന്നാമത്തെ വിശേഷണം. എന്താണ് തത്വം? ഇവിടെ തത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം എന്നുള്ളതാണ്. ദ ടേം പ്രൈമറി റിയാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിയാലിറ്റി ഇൻഡിക്കേറ്റ്സ് ഗോഡ്. അപ്പം ക്രിസ്തു തത്വത്തിന്റെ മുദ്ര എന്ന് പറയുമ്പോൾ ക്രിസ്തു ദൈവത്തിന്റെ മുദ്രയാകുന്നു എന്നുള്ളതാണ്. ഇവിടെ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്യാരക്ടർ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. അതിന് മുദ്ര അല്ലെങ്കിൽ അടയാളം, സൈൻ, സ്റ്റാമ്പ് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുത്രൻ പിതാവിന്റെ മുദ്രയാണ് എന്ന് പറയുമ്പോൾ പുത്രൻ പിതാവിന്റെ പ്രതിച്ഛായയാണ്. വി മീൻ ദ ഇമേജ് ഓഫ് ദി ഫാദർ എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. അതിന് പറയാനുള്ള കാരണം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പോസ് ദൈവത്തെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ക്രിസ്തു മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഞാനും പിതാവും ഒന്നാകുന്നു, ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി, ദ സൺ ഹാസ് റിവീൽഡ് ദ ഫാദർ. ഇങ്ങനെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം
ക്രിസ്തു പിതാവിന്റെ പ്രതിച്ഛായയാണ്. ഹി ഇസ് ദ സ്റ്റാമ്പ് ഓഫ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ക്രിസ്തുവിന്റെ 3 വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഹി ഇസ് ദ ഷെയറർ ഓർ പാർട്ടേക്കർ ഇൻ ക്രിയേഷൻ, സൃഷ്ടിയിൽ പങ്കാളി. റേഡിയൻസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, മഹത്തായ ദൈവ തേജസ്സിന്റെ മഹത്തായ പ്രഭ. സ്റ്റാമ്പ് ഓഫ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, എന്താണ്? തത്വത്തിന്റെ മുദ്ര. നാലാമതായിട്ട്, ദ വൺ ഹു ഹോൾഡ്സ് ടുഗദർ എവറിത്തിങ് ബൈ ഹിസ് വേർഡ്, തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ. പുത്രനിൽ കൂടി സൃഷ്ടി നടന്നു, അല്ലെ? ക്രിസ്തുവാകുന്ന വചനത്താൽ സകലവും സൃഷ്ടിക്കപ്പെട്ടു. അത് മാത്രമല്ല, പുത്രൻ മൂലമാണ് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ പരിപാലിക്കപ്പെടുന്നത്. ക്രിസ്തുവാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നാം എല്ലാവരും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹി ഈസ് അവർ സേവിയർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ഓവർ എവറിത്തിങ്. ക്രിസ്തു നമ്മുടെ രക്ഷിതാവും നിയന്ത്രിതാവും ആകുന്നു എന്നുള്ളതാണ് ആ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവസാനമായി ക്രിസ്തുവിന് ഒരു വിശേഷണവും കൂടെ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നൽകുന്ന വിശേഷണം അതാണ്, പാപങ്ങളുടെ പരിഹാരകൻ. ഹി ഈസ് ദ അറ്റോണർ ഓഫ് സിൻസ്. അവന്റെ മരണവും പുനരുത്ഥാനവും വഴിയായി മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. The redemption of sins of humankind was possible through the death and resurrection of Christ. അപ്പം 5 വിശേഷണങ്ങളാണ് അവിടെ ക്രിസ്തുവിന് നൽകുന്നത്. എന്തൊക്കെയാണ്? സൃഷ്ടിയിൽ പങ്കാളി, ദൈവ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ, പാപ പരിഹാരകൻ, the sharer or partaker in creation, radiance of the glory of God, stamp of ultimate reality, the one who holds together everything by his word, and he is the atoner of sins. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി മുതൽ ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും അങ്ങനെ രക്ഷ വരെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ഒറ്റ വാക്യത്തിൽ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ദൃശ്യമായ പ്രപഞ്ചത്തിലെ തന്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച ശേഷം ഉയരത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത്, അതായത് പിതാവിന്റെ അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും വിരാജിക്കുന്ന പുത്രനെയാണ് പൗലോസ്ലീഹ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. At the end of the first 3 verses, Christ is envisioned as being at the right hand of the Father, sharing or dwelling in the authority, glory and power of the Father. അപ്പം നമ്മൾ ആദ്യം തൊട്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ വെളിപാടുകൾ പൂർത്തീകരിച്ച ക്രിസ്തു മുതൽ ക്രിസ്തുവിന്റെ ഈ 5 വിശേഷണങ്ങൾ വരെയുള്ളതെല്ലാം നമ്മളൊന്ന് ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ 3 ശുശ്രൂഷകളാണ്, അത് 3 സർവീസസ് ഓഫ് ക്രൈസ്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ആസ് എ പ്രോഫിറ്റ് ഹി ക്ലാരിഫൈസ് ദ റെവലേഷൻസ് ഓഫ് ഗോഡ്. പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിന്റെ വെളിപാടുകൾ വ്യക്തമാക്കുന്നു, ദൈവത്തിന്റെ വെളിപാട് വ്യക്തമാക്കുന്നു. 2, ആസ് എ പ്രീസ്റ്റ് he conducts the sacrament of atonement of sins. പുരോഹിതൻ എന്നുള്ള നിലയിൽ അവിടുന്ന് പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുന്നു. As a king he rules victoriously at the right hand of the Father. രാജാവ് എന്നുള്ള നിലയിൽ മഹത്വത്തിൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് വാണരുളുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ക്രിസ്തുവിന്റെ 3 ശുശ്രൂഷകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആസ് എ പ്രോഫറ്റ്, ആസ് എ പ്രീസ്റ്റ് ആൻഡ് ആസ് എ കിങ്. പ്രവാചകൻ എന്നുള്ള നിലയിൽ, പുരോഹിതൻ എന്നുള്ള നിലയിൽ, രാജാവ് എന്നുള്ള നിലയിൽ. അപ്പം ഈ ഒരു 2ാം ഭാഗത്തിന്റെ രത്ന ചുരുക്കം അല്ലെങ്കിൽ ഹു ഇസ് ക്രൈസ്റ്റ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹി ഇസ് ദ മോസ്റ്റ് സുപ്പീരിയർ, അൺപാരലൽഡ്, ദ ക്രിയേറ്റർ, ദ ഹെയർ, ദി അറ്റോണർ ഓഫ് സിൻസ് ആൻഡ് ദ റിഡീമർ. ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠനും അതുല്യനും സൃഷ്ടാവും അവകാശിയും പാപപരിഹാരകനും രക്ഷിതാവും ആകുന്നു സത്യം. അപ്പം ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് ഒരുപാട് ചിന്തകൾ നമുക്ക് നൽകി, അല്ലെ? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഓൾ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റെവലേഷൻസ് ആർ കംപ്ലീറ്റഡ്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം പൂർത്തി എന്ന് പറയുന്നത് ക്രിസ്തു എന്നുള്ളതാണ്. ഇനിയും രണ്ടാമത്തേത്, ആരാണ് ക്രിസ്തു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹി ഈസ് ദ മോസ്റ്റ് സുപ്പീരിയർ, അൺപാരലൽഡ്, ദ ക്രിയേറ്റർ, ദ ഹെയർ ആൻഡ് ദി അറ്റോണർ ഓഫ് ദ സിൻസ് ആൻഡ് ദ റിഡീമർ. അപ്പം ഇതായിരുന്നു ഒന്നാമത്തെ ഭാഗം. ക്രൈസ്റ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ദ വേർഡ് ആൻഡ് റെവലേഷൻ ഓഫ് ഗോഡ്. ക്രൈസ്റ്റ് ഇസ് ദ മോസ്റ്റ് സുപ്പീരിയർ, അൺപാരലൽഡ്, ദ ക്രിയേറ്റർ, ദ ഹെയർ, ദി അറ്റോണർ ഓഫ് സിൻസ് ആൻഡ് ദ റിഡീമർ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം.
4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ക്രൈസ്റ്റ് ഇസ് ഓവർ ആൻഡ് എബവ് ഓൾ ഏഞ്ചൽസ്. ക്രിസ്തുവിന്റെ മഹത്വം, പുത്രന്റെ മഹത്വം മാലാഖമാരേക്കാൾ അത്യുന്നതമാണ്, ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഭാഗം നമുക്ക് മനസ്സിലാക്കിപ്പിച്ചു തരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ യഹൂദ വിശ്വാസപ്രകാരം മാലാഖമാർക്ക് അവര് വലിയ ഉന്നതമായ സ്ഥാനം നൽകി ആദരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In Jewish beliefs, angels were considered to be of great nobility. അതായത് ദൈവം മനുഷ്യരോട് നേരിട്ട് ഇടപെടുന്നില്ല. ദൈവത്തിന്റെ സന്ദേശം മനുഷ്യരുടെ പ്രാർത്ഥനകൾ ദൈവത്തിലേക്കും എത്തിക്കുന്നത് മാലാഖമാരാണ് എന്ന് കരുതി അവർക്ക് അമിതമായ പ്രാധാന്യം നൽകിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തുവിന്റെ മഹത്വം അല്ലെങ്കിൽ പുത്രൻ മാലാഖമാരെക്കാൾ സമുന്നതനാണ് എന്ന് പൗലോസ്ലീഹ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെ എടുത്ത് എഴുതിക്കൊണ്ട് പുത്രന്റെ മഹത്വം നമുക്കൊരു 7 കൊട്ടേഷൻസിലൂടെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, For to which angels did God ever say, You are my son, today I have begotten you? ഇത് പഴയ നിയമത്തിലെ ഏത് ഭാഗം ഒന്ന് നോക്കുകയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം 7-ാം വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് നൽകുന്ന ഉദ്ധരണി അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറയുന്നത് ദ സൺ ഇസ് ദ സൺ ഓഫ് ഗോഡ്. പുത്രൻ ദൈവപുത്രനാണ്. ദ സൺ ഇസ് ദ സൺ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അത് മാലാഖമാരോട് ഏത് മാലാഖമാരോടാണ് പുത്രൻ എന്നുള്ള ഒരു സംബോധന നൽകിയിരിക്കുന്നത്? അത് മറ്റാർക്കുമില്ല. പുത്രനെ, അതായത് ക്രിസ്തുവിനെയാണ് ദൈവപുത്രൻ എന്ന് സംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി 6-ാം വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവരെ നമസ്കരിക്കണം. ഇത് പഴയ നിയമത്തിലെ Psalm 97 വേഴ്സ് 7, സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ, ഓൾ ഗോഡ്സ് ബോ ഡൗൺ ബിഫോർ ഹിം എന്നുള്ളതാണ്. അത് നമുക്ക് എന്ത് ചിന്തയാണ് നൽകുന്നത് അല്ലെങ്കിൽ എന്ത് കൊട്ടേഷനാണ് നൽകുന്നത്? ദ സൺ ഇസ് ഗ്ലോറിഫൈഡ്, പുത്രൻ മഹത്വീകൃതൻ, പുത്രനെ മാലാഖമാർ ആരാധിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് നൽകുന്നത്. ഇനിയും 7-ാം വാക്യം, He makes his angels winds and his servants flames of fire. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകരുമാക്കുന്നു എന്നുള്ള വാക്യമാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഏഞ്ചൽസ് ആർ ഓൺലി ക്രിയേഷൻസ്. മാലാഖമാർ സൃഷ്ടികൾ മാത്രമാകുന്നു. ഇനിയും 4-മതായിട്ട്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. Your throne, O God, is forever and ever, and the righteous scepter is the scepter of your kingdom എന്നുള്ളത്. അത് നമുക്ക് നൽകുന്ന കൊട്ടേഷൻ എന്ന് പറയുന്നത് the son has the majesty of the king. പുത്രൻ രാജകീയ പ്രഭാവമുള്ളവൻ എന്നുള്ളതാണ്. ഇനി 5-മതായിട്ട്, in the beginning Lord, you founded the earth and the heavens are the work of your hands. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, the son is eternal, പുത്രൻ അനശ്വരനാകുന്നു. 6-മതായിട്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. ഇത് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് ഏത് മാലാഖമാരോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ സൺ ഈസ് ദ ഇറ്റേണൽ ജഡ്ജ്, പുത്രൻ നിത്യ വിധികർത്താവാകുന്നു. ഇനിയും അവസാനമായിട്ട് 7-മത് ഒന്നും കൂടി ഉണ്ട്, 14-ാം വാക്യം, ആർ നോട്ട് ഓൾ ഏഞ്ചൽസ് സ്പിരിറ്റ്സ് ഇൻ ദ ഡിവൈൻ സർവീസ് സെന്റ് ടു സെർവ് ഫോർ ദ സേക്ക് ഓഫ് ദോസ് ഹു ആർ ടു ഇൻഹെറിറ്റ് സാൽവേഷൻ. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കൊട്ടേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്? ഏഞ്ചൽസ് ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് സാൽവേഷൻ. മാലാഖമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകരാകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു 2-മത്തെ ഭാഗം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ
മാലാഖമാർ എന്ന് പറയുന്നത് അവർ ദൈവ മുൻപാകെ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നവരാണ്. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് നോക്കുകയാണെങ്കിൽ മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളെ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാരാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന്റെ ശുശ്രൂഷകർ മാത്രമല്ല, മറിച്ച് മനുഷ്യരെയും രക്ഷയിലേക്ക് നയിക്കുന്നതിനുള്ള സഹായികളാണ് മാലാഖമാർ. ഏഞ്ചൽസ് ആർ നോട്ട് ഓൺലി ദ സെർവന്റ്സ് ഓഫ് ഗോഡ്, they serve the humankind to lead us into salvation എന്നുള്ളതാണ് ഈ ഒരു ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റേത് അതിലും വലുതും അത്യുന്നതവുമായ അതുല്യവുമായ സ്ഥാനമാണ്. അവൻ എല്ലാവരിലും ശ്രേഷ്ഠനാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ 1-ാം അധ്യായത്തിന്റെ പഠനം അവസാനിപ്പിക്കാം. അപ്പം ഈ ഒരു 1-ാം അധ്യായത്തിന് 2 ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1-ാമത്തെ ഭാഗം ഗോഡ് ഇസ് റിവീൽഡ് ത്രൂ ക്രൈസ്റ്റ്. 2 കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു. ഒന്ന്, ഓൾ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് റെവലേഷൻസ് ആർ ഫുൾഫിൽഡ് ത്രൂ ക്രൈസ്റ്റ്. പഴയ നിയമ പ്രവചനങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ആരാണ് ക്രിസ്തു? ഹി ഈസ് ദ മോസ്റ്റ് സുപ്പീരിയർ, അൺപാരലൽഡ്, ദ ക്രിയേറ്റർ, ദ ഹെയർ, ദി അറ്റോണർ ഓഫ് സിൻസ് ആൻഡ് ദ റിഡീമർ. അവിടെ 3-ാം വാക്യത്തിൽ 5 വിശേഷണങ്ങളാണ് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത്. എന്തൊക്കെയാണ്? ഷെയറർ ഓർ പാർട്ടേക്കർ ഇൻ ക്രിയേഷൻ, സൃഷ്ടിയിൽ പങ്കാളി, ദൈവ തേജസ്സിന്റെ മഹത്തായ ശോഭ, റേഡിയൻസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, സ്റ്റാമ്പ് ഓഫ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, തത്വത്തിന്റെ മുദ്ര, the one who holds together everything by his word, തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ, and he is the attorner of sins, പാപ പരിഹാരകൻ. ഇങ്ങനെ 5 വിശേഷണങ്ങളാണ് ക്രിസ്തുവിന് നമ്മൾ നൽകിയത്. ഇനിയും 2-ാമത്തെ ഭാഗം ക്രൈസ്റ്റ് ഈസ് എബവ് ഓൾ ഏഞ്ചൽസ്, പുത്രന്റെ മഹത്വം മാലാഖമാരേക്കാൾ അത്യുന്നതമാണ് എന്നുള്ള ഭാഗമായിരുന്നു 2-ാമത്തെ ഭാഗം. അവിടെ പഴയ നിയമവുമായിട്ട് ചേർത്ത് 7 കൊട്ടേഷൻസ് ആണ് നമുക്ക് പൗലോസ് ശ്ലീഹ നൽകുന്നത്. പുത്രനെ പറ്റിയും മാലാഖമാരെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, പുത്രനെ പറ്റി the son is the son of God, പുത്രൻ ദൈവപുത്രനാകുന്നു. The son is glorified, പുത്രൻ മഹത്വീകൃതൻ. Angels are only creations, മാലാഖമാർ എന്ന് പറയുന്നത് അവർ സൃഷ്ടികൾ മാത്രമാണ്. The son has the majesty of the king, പുത്രൻ രാജകീയ പ്രഭാവമുള്ളവൻ. The son is eternal, പുത്രൻ അനശ്വരൻ. The son is the eternal judge, പുത്രൻ നിത്യ വിധികർത്താവ്. ആൻഡ് ഏഞ്ചൽസ് ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് സാൽവേഷൻ, മാലാഖമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകരാകുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഞാൻ ഇപ്പം ഇതിനോട് ചേർത്ത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ പറയുന്നില്ല, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ പറയുമ്പോൾ ഈ ക്ലാസ് അങ്ങ് നീണ്ടുപോകും. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറ്റുന്നത് പോലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ തന്നെ നമുക്കൊരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പം ഇത്രയും 1-ാം അധ്യായത്തെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.